കാനത്തിൽ ജമീല MLA-ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. മന്ത്രിമാരുൾപ്പെടെ നിരവധി നേതാക്കളും പ്രവർത്തകരും അന്തിമോപചാരം അർപ്പിച്ചു. വൈകുന്നേരം അത്തോളി കുലിയിൽ കടവ് ജുമാ മസ്ജിദിൽ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം കബറടക്കും. കൊയിലാണ്ടി ടൗൺ ഹാളിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. പതിറ്റാണ്ടിലേറെക്കാലം കേരളത്തിലെ പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു കാനത്തിൽ ജമീല MLA. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, MLA എന്നിങ്ങനെ ജനപ്രതിനിധിയായി എല്ലാ മേഖലയിലും ജനങ്ങൾക്കൊപ്പം നടന്ന നേതാവ്. അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന കാനത്തിൽ ജമീല MLA ശനിയാഴ്ച രാത്രിയാണ് അന്തരിച്ചത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം CPM നേതാക്കൾ ഏറ്റുവാങ്ങി. രാവിലെ 8 മണി മുതൽ കോഴിക്കോട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. മന്ത്രി MB രാജേഷ്, K രാജൻ, PA മുഹമ്മദ് റിയാസ്, CPM നേതാക്കളായ TP രാമകൃഷ്ണൻ, KK ശൈലജ, EP ജയരാജൻ, PK ശ്രീമതി, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങി നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. കേരളത്തിന്റെ നിയമസഭയെ പ്രതിനിധീകരിക്കാൻ അവസരം ലഭ്യമായിട്ടുള്ള വനിതയെന്നല്ല ഒരാളും ഒരുപക്ഷെ മലബാറിൽ വിശിഷ്യ ഉണ്ടായിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഒരുപക്ഷെ മലബാറിൽ നിന്ന് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മാത്രമല്ല, മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് എന്ന നിലയിൽ എല്ലാ ഘട്ടത്തിലും കാനത്തിൽ ജമീല എന്ന ജനപ്രതിനിധി, രാഷ്ട്രീയ പ്രവർത്തക നിലകൊണ്ടിരുന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഏറ്റവും നല്ലൊരു ജനപ്രതിനിധിയും നല്ലൊരു നേതാവുമാണ് കാനത്തിൽ ജമീല. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പഞ്ചായത്ത് തലം മുതൽ ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായും ഒക്കെ വലിയ തോതിലുള്ള നേതൃത്വപരമായ ഇടപെടലാണ് വികസന രംഗത്ത് കാനത്തിൽ ജമീലയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കൊയിലാണ്ടി ടൗൺ ഹാളിലെ പൊതുദർശനത്തിലും തങ്ങളുടെ പ്രിയ നേതാവിനെ കാണാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. ഉച്ചകഴിഞ്ഞ് തലക്കുളത്തൂരിലും പൊതുദർശനത്തിന് വയ്ക്കും. 9 മാസത്തോളമായി ചെന്നൈയിലും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സയിലായിരുന്നു കാനത്തിൽ ജമീല. മീഡിയ 1 കോഴിക്കോട്.